ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു 3 മിനിറ്റ് വീഡിയോ ആയിട്ടാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ബ്ലോക്ക് ചെയ്തിട്ടുള്ള ഒരു പേഴ്സൺ എങ്ങനെയാണ് ആ പേഴ്സണെ നമുക്ക് തിരിച്ചു കൊണ്ടുവരിക, അല്ലെങ്കിൽ നമ്മളെ കളഞ്ഞിട്ട് പോയൊരു പേഴ്സണാണ്. ആ പേഴ്സൺ നമ്മളെ എങ്ങനെ, അതായത് നമ്മളിലേക്ക് തിരിച്ച് എങ്ങനെ എത്തും. അപ്പോൾ ഇതിൽ ഫസ്റ്റ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ഇഷ്ടപ്പെട്ടൊരു പേഴ്സൺ തിരിച്ച് നമ്മളെ കളഞ്ഞിട്ട് പോകുന്നു, അല്ലെങ്കിൽ തിരിച്ച് അയാൾ പോകുമ്പോൾ അയാൾക്ക് ഉണ്ടാകുന്ന, അല്ലെങ്കിൽ അയാൾ തിരിച്ചു വരുന്നില്ല. അപ്പോൾ നമുക്കുണ്ടാകുന്നൊരു പ്രശ്നമാണ് എനർജി ബ്ലോക്ക്. നമ്മുടെ രണ്ടുപേരുടെ ഉണ്ടാകുന്ന എനർജിക്ക് അവിടെ ബ്ലോക്ക് ആവുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം പോയി പിന്നെ തിരിച്ചു വരുന്നില്ല എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ആ എനർജി ബ്ലോക്കിനെ നമുക്ക് എനർജി ഷിഫ്റ്റ് ചെയ്ത് പഴയ പോലെ അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്നേഹമോ അല്ലെങ്കിൽ അവളുടെ ആ ഒരു സ്നേഹമോ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോ കാണുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അതിനുവേണ്ടി ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് വിഷ്പർ മെത്തേഡാണ്. അപ്പോൾ വിഷ്പർ മെത്തേഡ് നമ്മൾ 60 സെക്കൻഡാണ് ചെയ്യേണ്ടത്. എന്താണ് ചെയ്യേണ്ടതെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ആദ്യം നിങ്ങൾ കിടക്കും മുന്നേ, നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പേ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇഷ്ടപ്പെട്ട ആ ഒരു പേഴ്സണിൻ്റെ മുഖം നിങ്ങൾ മനസ്സിൽ കാണുക. അത് ഫസ്റ്റ് കാര്യമാണ്, മുഖം കാണുക. അതിനുശേഷം പറയേണ്ട 2 അഫർമേഷനാണ്. നീ തിരികെ വരുന്നു. ഓക്കെ, ഫസ്റ്റ് പറയേണ്ടതാണ് നീ തിരികെ വരുന്നു, നീ എനിക്ക് സന്ദേശം അയക്കുന്നു. നീ തിരികെ വരുന്നു. രണ്ടാമത്തത് നീ എനിക്ക് സന്ദേശം അയക്കുന്നു. ഇങ്ങനെ 2 കാര്യങ്ങളാണ് അഫർമേഷനായിട്ട് പറയേണ്ടത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ലെറ്റ് ഗോ മെത്തേഡ് യൂസ് ചെയ്യുകയാണ്. അതായത് ലെറ്റ് ഗോ മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും. അതായത് നമ്മൾ ആ ഒരു കാര്യം പിന്നെ അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. അവൻ തിരിച്ചു വരുന്നതും നമ്മൾ ഡ്രീമിൽ കാണേണ്ടത് അവൻ അല്ലെങ്കിൽ അവൾ തിരിച്ചു വരുന്നു. അവൾ എന്താണ്, പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. ആ പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആ മുഖത്ത് നോക്കിയിട്ടാണ് പറയുന്നത് നീ തിരികെ വരുന്നു, നീ എനിക്ക് സന്ദേശം അയക്കുന്നു. ഈ 2 കാര്യം പവർഫുള്ളായിട്ടുള്ള അഫർമേഷനാണ്. ഇത് നിങ്ങൾ എല്ലാ ദിവസവും കിടക്കുമ്പോൾ രാത്രിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല രീതിയിൽ കാമായിട്ടുള്ളൊരു സ്ഥലത്ത്, നിങ്ങൾ കിടക്കുന്ന റൂമിലാണെങ്കിൽ ആരും ഒന്നും ഇല്ലെങ്കിലും ജസ്റ്റ് ഇതൊന്ന് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങളിൽ നിന്ന് അകന്നു പോയൊരു എനർജി ഉണ്ടല്ലോ, അത്രമേൽ ഇഷ്ടപ്പെട്ട 2 പേരുടെ സോളും കൂടെ കണക്റ്റ് ആകുമ്പോൾ ആ ഒരു എനർജി അവിടെ ഷിഫ്റ്റ് ആവുമല്ലോ. അപ്പോൾ ആ ഷിഫ്റ്റായ എനർജി, ആ പോയ പഴയ എനർജി നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. എനർജി തിരിച്ചു വരുമ്പോൾ അയാളുടെ മനസ്സിൽ നമ്മളെക്കുറിച്ചുള്ളൊരു ചിന്ത വരും. ആ ചിന്തയിൽ നിന്ന് അയാൾ മെസ്സേജ് അയക്കുകയോ അയാൾ തിരിച്ച് നിങ്ങളെ കാണാൻ വരികയോ ചെയ്യും. ഇതാണ് ഒരു മാനിഫെസ്റ്റേഷനിലെ ടെലിപ്പതി ടെക്നിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ പോസിറ്റീവായിട്ട് ഇത് ചെയ്യുമ്പോൾ വിഷമിച്ചിട്ട് ഇരിക്കരുത്. അതായത് വിഷമിച്ചിരിക്കരുത്. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് അവൻ വന്നില്ലല്ലോ, ഇനി വരുമായിരിക്കുമല്ലോ, ഇങ്ങനെയുള്ള ചിന്തകളൊന്നും വരരുത്. ഭയങ്കര പോസിറ്റീവായിട്ട് വേണം ഈ ഒരു കാര്യം ചെയ്യാൻ. അതിനുശേഷം നമ്മൾ എന്താണ്, വീണ്ടും എഗെയിൻ ഒരു വിഷ്പർ മെത്തേഡ് ചെയ്യുവാണ്. അത് നമ്മൾ വരുന്നത് ഏകദേശം ഒരു 20 സെക്കൻഡാണ്. അതായത് പുതിയ എനർജി വന്നു. ഇത് മനസ്സിൽ പറയേണ്ടതാണ്. പുതിയ എനർജി വന്നു, പഴയ എനർജി എന്നോടുള്ള സ്നേഹം ചേരുന്നതാണ്. അതായത് പുതിയ എനർജി വന്നു, ഇനി പഴയ എനർജിയിലെ എന്നിലെ സ്നേഹം ചേരുന്നതാണ്. പുതിയ എനർജി വന്നു, പഴയ എനർജിയിലെ എന്നിലെ സ്നേഹം ചേരുന്നതാണ്. അതായത് നമ്മൾ തമ്മിൽ കണക്റ്റ് ആവുന്നതാണ് എന്നാണ് അർത്ഥം. ഡീറ്റെയിൽ ആയിട്ട് അഫർമേഷൻ പറഞ്ഞുതരാം. മെസ്സേജ് നിങ്ങൾ ഒന്നുകിൽ കമൻറ്റ് ബോക്സിൽ അഫർമേഷൻ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്താൽ മതി. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ബൈ.